ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്നിവിടെ ഒരു ബീഫ് ഇളവൻ കറി ഉണ്ടാക്കട്ടോ. ഇതിവിടെ ഉണ്ടായതാണ്. ഇതാ ഇതിൻ്റെ മുകളിലൊന്നുണ്ട്. ഇത് പിന്നെ ഇവിടെ ഈ നാട്ടിൽ ഇതിനെ കുമ്പളങ്ങ എന്ന് പറയട്ടോ. ഇളവനാണിത്, കുമ്പളങ്ങ എന്നൊക്കെ പറയും. അത് ചെറുതായിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അടുത്തത് ഒന്നിതാ. ഇതിൻ്റെ ഇല എടുത്ത് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഇല. പക്ഷെ ഇങ്ങനെ കായായിട്ടുണ്ടാവുമ്പോൾ ഇല എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യട്ടോ. ഇത്രയും വലിപ്പമുണ്ട്. ഇത് നമുക്ക് ബീഫിലിട്ടുകൊണ്ട് ഒന്ന് വെക്കട്ടോ. നല്ല ബീഫ് ഇളവൻ കറി. ഓക്കെ, ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യട്ടോ. സെൻറ്ററിലാണ് കട്ട് ചെയ്തത്. നമുക്കിതിൻ്റെ ഒരു ഹാഫ് മതി കേട്ടോ. ഇതിൻ്റെ തന്നെ ഹാഫ് മതി. പകുതി ഇവിടെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠന്മാരുടെ വീടൊക്കെ ഉണ്ട്, അവർക്ക് ഒരു പീസ് കൊടുക്കാം. ഇതാ ഇത്രയും മതി നമുക്ക്. ഇതിൻ്റെ ഈ സീഡൊക്കെ നമുക്ക് ഒഴിവാക്കട്ടോ. ഇത് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കണം. തൊലി കളഞ്ഞ ഇളവന് വലിയ പീസാക്കിയാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തത്. ഇത്രയും വലിയ പീസ് വേണം, കാരണം നമ്മൾ ബീഫിലിട്ട് വെച്ചാൽ വേവുള്ള ബീഫൊക്കെ ആണെങ്കിൽ ഇത് ഉടഞ്ഞു പോവും. അതിന് വലിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നാൽ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആവശ്യമായ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഓയിലാണ്, വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഇനി അതിലേക്ക് 2 സവാളയും 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ 2 പച്ചമുളക് നടുകെ കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ല വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇളവനിട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയ കഷ്ണമായിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. ഇത് 250 ഗ്രാം ബീഫാണ് ഇതിലേക്ക് എടുത്തത്. നല്ല വാഷ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ മസാലകളായിട്ട് ഇതിലേക്ക് ചേർക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി, കാരണം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയതാണ്, നല്ല കളറ് കിട്ടുന്നത്. ഇവിടെ ഉണക്കി പൊടിച്ചതാണ്. ഇനി എല്ലാം കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. മിക്സ് എല്ലാം കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. ഞാൻ അതിലേക്ക് ഈ ബൗളിന് ഒരു 3/4 ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യമില്ലാത്തവർക്ക് ഇത്ര വേണ്ട. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 12 വിസിലടിക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മാക്സിമം 10 വിസിലെങ്കിലും വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം. കുക്കറിൻ്റെ അടുപ്പൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാൻ വിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. എന്നാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.